വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ചപ്പാത്തി, പൊറോട്ട എന്നിവയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രോസൺ ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇതിനായി ആദ്യം തന്നെ ഒരു കടായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് പെരിഞ്ജീരകം, പിന്നെ കറുകപ്പട്ട, ഗ്രാമ്പു, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു പച്ചമുളക്, എരിവിനനുസരിച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു സവാള ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ സവാള പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ടൊമാറ്റോ പ്യൂരിയാണ് കേട്ടോ. അപ്പോൾ ഒരു തക്കാളി വെള്ളമൊന്നും ചേർക്കാതെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തതാണ്. അതും ഇതിലേക്ക് ചേർത്ത് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഒരു 2 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ആ ഒരു പച്ചമണം മാറി ഇതിലെ വെള്ളമെല്ലാം വറ്റി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവിടെ നല്ലതുപോലെ ഒന്നും കൂടി വഴറ്റുന്നുണ്ട്. പിന്നെ ഫ്രോസൺ ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതും 2 മിനിറ്റോളം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, എരിവിനനുസരിച്ച് കൂടുതൽ ചേർക്കാവുന്നതാണ്. പിന്നെ പെപ്പർ പൗഡർ ഒരു 1/2 ടീസ്പൂൺ, പിന്നെ വേണ്ടത് ഗരം മസാല പൗഡറാണ്. ഇതെല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങ അരച്ചതോ അല്ലെങ്കിൽ കാഷ്നട്ട് പേസ്റ്റോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാഷ്നട്ട് പേസ്റ്റാണ് ചേർത്തത്. അപ്പം ഒരു 10 കാഷ്നട്ട് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തു. പിന്നെ 1/2 കപ്പ് വെള്ളവും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പെല്ലാം നോക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റാണ് പഞ്ചസാര ചേർക്കുമ്പോൾ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അടച്ചു വെച്ച് 2 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഗ്രേവി നല്ല വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഇതിലേക്ക് കസൂർ മെത്തിയുടെ ലീവ്സും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഫ്രഷ് ക്രീം ഒരു 2 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്തത്. ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ കറിക്ക് കുറച്ചുകൂടി ഒന്ന് കൊഴുപ്പ് കിട്ടുന്നതിന് വേണ്ടിയാണ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്തത്. ഇനി നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏറ്റവും അവസാനം ഇതിലേക്ക് മല്ലിയിലയും കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ എല്ലാം സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.